ഞാൻ മോഹിച്ച ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു നാട്ടിൽ. അവൾ തന്നതാണ് ഈ മാല. ഒരു ദിവസം എല്ലാം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഞാനിതിൽ കോർത്തിട്ടതാണ് ഈ ലോക്കറ്റ്. കരീം സാഹിബ് തന്ന സൈനൈഡാണ് ഇതിനകത്ത്. മരണം. നാട്ടിൽ എന്തിനായിരുന്നു ജയിലിൽ പോയത്? ഞാനും കൃത്യബോധത്തോടെ അമ്പലത്തിൽ ജോലി ചെയ്തവനായിരുന്നു. നിത്യവും ശുദ്ധ മനസ്സോടെ ദേവനെ ധ്യാനിച്ച് പൂജ ചെയ്തവനായിരുന്നു. എന്നിട്ടും ആ ദേവന്റെ മുതൽ ഞാൻ അപഹരിച്ചു എന്നവർ കള്ളക്കേസുണ്ടാക്കി. എന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ മർദ്ദിച്ചു. കോടതി മുറിയിൽ വെച്ച് എന്നെ, എന്റെ കുടുംബത്തെ, ബ്രാഹ്മണ്യത്തെ മുഴുവൻ അവർ പുച്ഛിച്ചു, പരിഹസിച്ചു, ആർത്തു വിളിച്ചു. Your Honor, the accuser is insulting the court. No, Your Honor. I am answering his questions. By asking questions against my government? Yes, അതെ. നിങ്ങൾ നേടിയ നിയമബിരുദത്തിന്റെയും അന്യരുടെ കേസ് വാദിക്കാനുള്ള അധികാരത്തിന്റെയും ചിഹ്നമല്ലേ ഈ കറുത്ത കോട്ട്? ഇവിടുത്തെ വസ്ത്രധാരണ രീതിക്കും കാലാവസ്ഥയ്ക്കും യോജിച്ചല്ലേ ഈ കോട്ട്? എന്നിട്ടും ചോദ്യം അതല്ല. ഈ പൂണൂലിനെ പറ്റിയാണെങ്കിൽ 7ാമത്തെ വയസ്സിൽ ഞാൻ കണ്ടെത്തിയ ഗുരുവിന്റെ ഓർമ്മയ്ക്കായി ഓതിപ്പടിച്ച വേദാധ്യയനത്തിന്റെ ചിഹ്നമായി ധരിക്കുന്നതാണിത്. ഞാൻ യജുർവേദിയാണ്. നിങ്ങൾ ഏത് വേദിയാണെന്ന് ഇവിടെ ആരും അന്വേഷിച്ചില്ല. അന്വേഷിക്കില്ല. ഈ നാടിന്റെ ചരിത്രം, സംസ്കാരം, പാരമ്പര്യം ഇതെല്ലാം അറിയാൻ ആർക്കാണ് ഇവിടെ താല്പര്യം? ഇംഗ്ലീഷ് ആയാലും ഫ്രഞ്ച് ആയാലും അറബിക്കായാലും ഒരു വിദേശ ഭാഷ കൂട്ടി വായിക്കാൻ പഠിച്ചാൽ അവനിവിടെ ജോലിയുണ്ട്, സ്ഥാനമുണ്ട്, അംഗീകാരമുണ്ട്. ആദ്യ ഭാഷയായ സംസ്കൃതം വർഷങ്ങളോളം തപം ചെയ്ത് പഠിച്ചവനെ മാനിക്കാൻ ഇവിടെ ആരുണ്ട്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. 3ാം തരം തമിഴ് മലയാളം സിനിമകളിൽ മെലോ ഡ്രാമയ്ക്ക് വേണ്ടി കാണിക്കുന്ന കോടതി രംഗങ്ങൾ ഇവിടെ ആവിഷ്കരിക്കരുത്. ഇല്ല, 1ാം തരം തീവ്രവാദികളുടെ പ്രകടനം ഈ കോടതി മുറിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മിസ്റ്റർ നമ്പൂതിരി. ഇല്ല സർ, അവരുടെ ആത്മധൈര്യമോ ശക്തിയോ എനിക്കില്ല. ഞാനൊരു പാവം ബ്രാഹ്മണനാണ്. വേണ്ടത്ര തെളിവോ തൊണ്ടി മുതലോ സാക്ഷ്യപ്പെടുത്താതെ അവരെന്നെ ശിക്ഷിച്ചു. 1 കൊല്ലം ജയിലടച്ചു. വേദത്തിന് അറിവ് എന്നാണ് അർത്ഥം. അതിൽ പൂർണ്ണത നേടുന്നവൻ നമ്പൂരേതീതി, നമ്പൂതിരി. പക്ഷെ ആ അറിവ് എനിക്കൊന്നും നേടിത്തന്നില്ല. ജീവിക്കാൻ പുതിയ അറിവാണ് ഞാൻ ഇവിടെ തേടുന്നത്. ഋക്, യജൂർ, സാമ, അഥർവം എല്ലാം മാറ്റിവെച്ച് കൊല്ലും കൊലയും മാർഗം നോക്കാതെ ലക്ഷ്യം നേടാൻ. എന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകണം. അന്യാധീനപ്പെട്ട ഇല്ലം വീണ്ടെടുക്കണം. എന്നിട്ട് ആ മനയിൽ പഴയ പ്രതാപത്തോടെ, ഐശ്വര്യത്തോടെ ഒരു ദിവസമെങ്കിലും തിരുമേനിയായി വാഴണം. അതാണ് എൻ്റെ മോഹം, എൻ്റെ സ്വപ്നം.